വയനാട് ദുരന്തത്തിൽ ഇതുവരെ നമ്മളെ വിട്ടുപോയത് 390 മനുഷ്യരാണ്. ഇന്ന് കണ്ടെത്തിയത് 6 മൃതദേഹങ്ങൾ കൂടി. 180 പേർ ഇപ്പോഴും കാണാമറയത്താണ്. നെഞ്ചു തകർന്ന വയനാടിന്റെ കണ്ണീരൊപ്പാൻ കൈകോർക്കുകയാണ് കേരളം. സർക്കാരിന്റെ നേതൃത്വത്തിൽ ടൗൺഷിപ്പ് ഒരുക്കാൻ തീരുമാനിച്ച് മന്ത്രിസഭാ ഉപസമിതി. 5 ദിവസത്തെ ശമ്പളം സാലറി ചലഞ്ചായി നൽകാമെന്ന സർവീസ് സംഘടനകളുടെ മറുപടി. ലോകമെമ്പാടും നിന്ന് കൈയയച്ചു സഹായം. പുനർനിർമ്മിക്കണം വയനാടിനെ, അവിടുത്തെ മനുഷ്യരെ. സൂപ്പർ പ്രൈം ടൈം ഇന്ന് ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്നത് വയനാടിനെ വീണ്ടെടുക്കുക എന്ന ദൗത്യത്തിൽ നമ്മൾ എന്തു ചെയ്യേണ്ടതുണ്ട് എന്ന ചോദ്യങ്ങളാണ്. അത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ആദ്യഘട്ടത്തിൽ ചേരുകയാണ്. മിനിസ്റ്റർ, സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. വലിയൊരു പ്രതീക്ഷ ഒരു വലിയ ജനവിഭാഗത്തിന് കൈമാറി കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം സമൂഹത്തിനും സർക്കാരിനും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് കണ്ണീരും മാത്രമാണ്. അത് ഒപ്പിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വലിയൊരു ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, പല സംശയങ്ങൾ ഒക്കെയുണ്ട്. എന്താണ് വയനാടിന് നമ്മൾ ഒരുക്കി നൽകേണ്ടത്? ഇപ്പോൾ ഇവിടെ നമ്മൾ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഞാൻ ഇന്ന് ലഭ്യമായ കണക്ക് പ്രകാരമുള്ള മൃതദേഹങ്ങൾ 6 മൃതദേഹങ്ങളാണ് ഇന്ന് ലഭിച്ചത്. 5 നിലമ്പൂരിൽ നിന്നാണ്, 1 വയനാട്ടിൽ നിന്നും. അപ്പോൾ നമ്മൾ ഇനിയും മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. അങ്ങനെ തെരച്ചിൽ തുടരുമ്പോൾ തന്നെ നമ്മൾ മറ്റു കാര്യങ്ങൾ നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു മുന്നോട്ട് പോവുകയാണ്. ആശുപത്രിയിൽ കഴിയുന്നവർ ശാരീരികമായി വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. കൈയൊടിഞ്ഞവരുണ്ട്, കാലൊടിഞ്ഞവരുണ്ട്, തല പൊട്ടിയവരുണ്ട്. പക്ഷെ അവർക്ക് അതിനേക്കാൾ വേദന മാനസികമായ ഒറ്റവർ നഷ്ടപ്പെട്ട വേദനയാണ്, അയൽവാസികൾ നഷ്ടപ്പെട്ട വേദനയാണ്. അവർക്ക് വേണ്ട മെഡിക്കൽ കൗൺസിലിങ്ങും മറ്റ് സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ കണക്കാക്കണം. അവരുടെ പാഠപുസ്തകം ഉൾപ്പെടെ പലതും നഷ്ടപ്പെട്ടു. അവരുടെ സ്കൂള് ഇല്ലാതായി. ഇനി എന്ത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഒരു തരത്തിലും പ്രയാസം അനുഭവിക്കാതെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും നിലവിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിലപാട് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിനെല്ലാ കാര്യങ്ങൾ സ്വീകരിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ അവിടെ എത്തി കാര്യങ്ങൾ ഇപ്പോൾ നിശ്ചയിച്ച് പ്രഖ്യാപിക്കും. പല രേഖകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടെ. ഇപ്പോൾ ക്യാമ്പുകളിലുള്ള ഹെൽപ്പ് ഡെസ്ക് വഴി അത് മനസ്സിലാക്കി ആരും ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് ഇപ്പോൾ ദുരന്ത നിവാരണ നിയമപ്രകാരം തന്നെ എങ്ങനെ സാധ്യമാകുമെന്നുള്ളത് പരിശോധിച്ച് അത് യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസം പലർക്കും തടസ്സമായി നിൽക്കുന്നു, അതിനും സഹായിക്കേണ്ടതുണ്ട്. പിന്നെയുള്ള പ്രശ്നം പുനരധിവാസമാണ്. ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാട്ടി, പുനരധിവാസത്തിനിടയിൽ എന്ത് ചെയ്യണം, അവർക്കൊരു സ്ഥിരം സംവിധാനത്തിന് മുമ്പ് എന്ത് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചർച്ച ചെയ്യുന്നു. ഷെൽട്ടർ ഒരുക്കാൻ, അല്ലെങ്കിൽ വാടക വീട് വേണ്ടവർക്ക് വാടക വീട്, പൊതുവായിട്ടുള്ള ഷെൽട്ടർ ഒരുക്കൽ. ഇതിൻ്റെ അഭിപ്രായം ആരായേണ്ടത് ക്യാമ്പിൽ കഴിയുന്നവരും ആശുപത്രിയിൽ കഴിയുന്നവരുമായിട്ടുള്ളവരോടാണ്. അത് ഇപ്പോൾ ഒറ്റയടിക്ക് പറ്റില്ലെങ്കിലും അത് അവരാ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇപ്പോൾ പലരും എത്തിയിട്ടില്ല. അത് അവരോട് ചോദിച്ചുകൊണ്ട് അതിൽ തീരുമാനം എടുക്കണം. പിന്നെ നമ്മൾ വലിയ നിലയിൽ ഒറ്റക്കെട്ടായി ചെയ്യേണ്ട പുനരധിവാസമാണ്. പുനരധിവാസം എങ്ങനെ വേണമെന്നുള്ളത് പലരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി പ്രധാനമായി അഭിപ്രായം എടുക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ ക്യാമ്പിലുള്ളവരും ആശുപത്രിയിൽ കഴിയുന്നവരുമായിട്ടാണ്. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, എന്താണ് അവരുടെ ഇതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട്, അത് ചോദിക്കേണ്ടതുണ്ട്.
മിനിസ്റ്റർ, ഇപ്പോ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചപ്പോൾ ചിലരെങ്കിലും, എല്ലാവരും എന്നല്ല മിനിസ്റ്റർ പറയുന്നത്, ചിലരെങ്കിലും ഇതിനു മുൻപുണ്ടായ ദുരന്തങ്ങളുടെ ബാക്കിപത്രങ്ങളായി നിൽക്കുമ്പോഴും എല്ലാ സേവനങ്ങളും വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ചില തരത്തിലുള്ള ആകുലതകളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സർക്കാർ സംവിധാനം എന്ന നിലയിൽ, ഒരു സമൂഹം എന്ന നിലയിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സേവനം നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത്, നമ്മൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇനിയുള്ള ജീവിതം ഒരു ചോദ്യചിഹ്നമാകാതെ നിൽക്കും എന്ന ഉറപ്പാണ്. അത് എത്രത്തോളം നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് നൽകാൻ കഴിയും? അത് ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടവരുന്ന രീതി ഉണ്ടാകുന്നില്ല. എല്ലാ നിലയിലും അവരെ സംരക്ഷിച്ചുകൊണ്ട്, എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകും. എല്ലാവരുമായി കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പല വീടുകളുടെ ഓഫറുകൾ വന്നിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം. രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ, പല ഗ്രൂപ്പുകൾ, പല ക്ലബ്ബുകൾ, വ്യക്തികൾ, ഇതിനൊക്കെ ഒരു സിംഗിൾ വിൻഡോ സംവിധാനം പോലെ ഒരു നിലയിൽ സർക്കാർ തന്നെ ഇടപെടും. എങ്ങനെ ഇത് ഒരുക്കണമെന്നുള്ളത് നിശ്ചയിക്കും. അതിനിപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥക്ക് ചുമതല കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യണം. വിശദമായി തന്നെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. അത് എല്ലാ നിലയിലും സർക്കാർ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട്, കേരളം എങ്ങനെയാണോ ഇവിടെ അതിജീവിക്കുവാനുള്ള പോരാട്ടത്തിന് എല്ലാവരും കൈകോർത്തത്, അതുപോലെ തന്നെ പുനരധിവാസത്തിൻ്റെ കാര്യത്തിലും എല്ലാവരും കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ടതില്ല. അത് എല്ലാ നിലയിലുമുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഉറപ്പാണത്. മിനിസ്റ്റർ, അതായത് CMDRFിനൊക്കെ എതിരെ വലിയ തോതിലുള്ള പ്രചാരണം ഒരു ഭാഗത്ത് ഉണ്ടായി. അതിന് കുടപിടിക്കുന്ന പലരും ഉണ്ടായി. കർശനമായ നടപടി, നിയമ നടപടി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഈ അതിജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെ അപഹസിക്കാൻ, അവർക്ക് കൂട്ടുനിൽക്കുന്നവരൊക്കെ അപഹസിക്കാനുള്ള ശ്രമങ്ങളെ അങ്ങനെ തന്നെ ചെറുക്കുന്ന പല കാര്യങ്ങളും നടപടികളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടായി. സർക്കാർ ഒരു സിംഗിൾ വിൻഡോ എന്ന രീതിയിൽ പ്രവർത്തിക്കും എന്നതുകൂടി ഇപ്പോൾ അങ്ങ് പറഞ്ഞു വെക്കുന്നു. നമുക്ക് ഈ പറയുന്ന വിശ്വസ്തയോടെ സുതാര്യമായി ഇത് മുന്നോട്ട് പോകും എന്ന ഒരു ഉറപ്പും വിശ്വാസവും ഈ ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിന് അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, മക്കളെ നഷ്ടപ്പെട്ടവർക്കൊക്കെ ജീവിതകാലത്ത് ഇനി ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയ വേദനയാണ്. അതായത് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കരുതലാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏക കാര്യം. ഒന്ന്, അവർക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികമായ പ്രയാസങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ചില തെറ്റായ പ്രചരണങ്ങളും മറ്റും നടക്കുന്നുണ്ട്. അത് മൈക്രോ മൈനോറിറ്റിയാണ്, ചെറു ന്യൂനപക്ഷമാണ്. ആ ചെറു ന്യൂനപക്ഷം അത് നടത്തുമ്പോൾ ഈ പറയുന്ന പ്രയാസം അനുഭവിക്കുന്നവരുടെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ നടത്തുന്ന പ്രചരണം, അതിനൊക്കെ മറുപടി പറയാനേ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതിനൊക്കെ മറുപടി പറഞ്ഞു പോകേണ്ട സമയമല്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിനൊക്കെ മറുപടി പറഞ്ഞു പോകുമ്പോൾ നിലവിലുള്ള ഐക്യത്തിന് എന്തെങ്കിലും കോട്ടം തട്ടും എന്നുള്ളത് കൊണ്ട് എന്ത് വിമർശനം വന്നാലും അത് സഹിക്കുക, അത് കേൾക്കുക, സമചിത്തതയോടുകൂടി നേരിടുക എന്നുള്ള സമീപനമാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത്. ഐക്യമാണ് പ്രധാനം. എല്ലാവരും യോജിച്ച് നിൽക്കുക, അതാണ് പ്രധാനം. കുപ്രചരണങ്ങൾ, അസംബന്ധങ്ങൾ, അസത്യപ്രചരണങ്ങൾ വലിയ നിലയിൽ നടക്കുമ്പോഴും ക്ഷമയോടെ, സമചിത്തതയോടുകൂടി എല്ലാവരുടെയും യോജിപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി എല്ലാ ത്യാഗവും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ മന്ത്രിസഭയിലെ പ്രതിനിധികളുടെ ഉത്തരവാദിത്വം. അത് നന്നായി അറിയുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. അത് ചെറു ന്യൂനപക്ഷമാണ്, അത് മഹാഭൂരിപക്ഷം ആഗ്രഹിക്കാത്ത കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, അനാവശ്യ വിവാദം ഉണ്ടാകരുത്, ആക്ഷേപങ്ങളും വ്യക്തിഹത്യകളും നടത്തേണ്ട സമയമല്ല എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ മൈക്രോ മൈനോറിറ്റി അങ്ങനെ നിൽക്കുന്നു, അത് കാര്യമാക്കേണ്ടതില്ല. പക്ഷേ ഇത് ഈ പറയുന്ന പ്രയാസം അനുഭവിക്കുന്നവർ അറിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്, അത് ഈ പറയുന്ന മൈക്രോ മൈനോറിറ്റിയെങ്കിലും ശ്രദ്ധിക്കാൻ തയ്യാറാവേണ്ടത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അവർക്കെല്ലാ കരുത്തും നൽകുകയാണ് ചെയ്യേണ്ടത്, അവർക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്, എല്ലാ നിലയിലും അവർക്ക് ആത്മവിശ്വാസം നൽകുകയാണ് ചെയ്യേണ്ടത്. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കി അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ഭാവി ജീവിതം അത് അവർക്ക് ആത്മവിശ്വാസം നൽകി നമ്മളെല്ലാവരും കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. അതിന് തീർച്ചയായും എല്ലാ നിലയിലുള്ള ഇടപെടലും നമുക്ക് ഒരുമിച്ച് നടത്താം. സമിതി ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രാഥമിക ഘട്ടത്തിലുണ്ടാകുന്ന തീരുമാനങ്ങളും അതിന്റെ വിശദാംശങ്ങളും ഇപ്പോൾ പറയാൻ കഴിയുന്നതാണോ?
പലരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്, പലരുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലവരുമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുമായിട്ട്, ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങളിലുള്ള നേതൃത്വത്തിലുള്ള നിങ്ങളുൾപ്പെടെ അതിൽ വലിയ താല്പര്യം എടുത്തു വരുന്ന സ്ഥാപനമാണ് മാതൃഭൂമി. അതുപോലെ പല സ്ഥാപനങ്ങളും ആ നിലയിൽ താല്പര്യം എടുക്കുന്നുണ്ട്. എല്ലാവരുമായി ചർച്ച ചെയ്യും. വ്യക്തികളും ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ട് യോജിച്ചൊരു നിലപാടെടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം. അത് തീർച്ചയായിട്ടും ആ ഘട്ടത്തിൽ അതിൻ്റെ നിലപാടുകൾ സ്വീകരിച്ച് സർക്കാർ മുന്നോട്ട് പോകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഉള്ള ഒരു സഹായ പ്രവാഹമുണ്ട്. ഇതും CMDRF നിന്ന് കണ്ടെത്താൻ കഴിയുന്ന പണവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള വിപുലമായ ഒരു പദ്ധതി സർക്കാരിന്റെ കൈവശമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലൊരു പദ്ധതിക്ക് രൂപം കൊടുക്കണം. അതെല്ലാവരുമായി കൂടി ചർച്ച ചെയ്ത് അവരുടെ കൂടി അഭിപ്രായം എടുത്തിട്ടേ ചെയ്യൂ. സർക്കാരിന് ഒരു തീരുമാനമല്ല, സർക്കാരിന് ഒരു നിർദ്ദേശമായിരിക്കും. ആ നിർദ്ദേശങ്ങളിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും അതൊരു തീരുമാനമായി വരിക. സർക്കാർ ഒരിക്കലും ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കില്ല. സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കും. ആ കാഴ്ചപ്പാടിനോട് പലരുടെയും, സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പലരുടെയും അഭിപ്രായങ്ങളുണ്ടാവും. അഭിപ്രായങ്ങളിൽ സ്വീകരിക്കേണ്ട ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും അതൊരു തീരുമാനമായി മാറുക. ആ തീരുമാനം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നടപ്പിലാക്കും, സമയബന്ധിതമായി നടപ്പിലാക്കും. സമയബന്ധിതമായി ആ കാര്യങ്ങൾ നടപ്പിലാക്കണം. അതിന് യോജിപ്പിക്കാവുന്ന എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, മിനിസ്റ്റർ, ഒരൊറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അങ്ങേ ഈ ചർച്ചയിൽ നിന്ന് പോകാൻ ഉള്ള ഒരു സമയം അനുവദിക്കാം. മിനിസ്റ്റർ, ഒറ്റ കാര്യം, അതായത് നമ്മൾ ഈ പ്രശ്നമുണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ ജാഗരൂകരായി നിന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരും സമാന മനസ്സോടുകൂടി അത്തരം നിർബന്ധ ബുദ്ധി കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്നൊരു വിമർശനമുണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം ഇതാരുടെയും തലയ്ക്ക് വെക്കാനുള്ളതല്ല എന്ന ഒരു മറുപടി പറഞ്ഞു പോയി. ഇന്നിപ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയുടെ വിമർശനം വരുമ്പോൾ മന്ത്രി കെ രാജനും പറയുന്നത് അത് തന്നെയാണ്. മറുപടി പറയാനില്ലാഞ്ഞിട്ടല്ല, അതിന്റെ സമയം ഇതല്ല, മറുപടി പറയാതെ പോകില്ല എന്നുള്ളത് സർക്കാർ കൂടി കാരണമാകുന്നു എന്ന ഒരു രാഷ്ട്രീയമായ ഒരു വിശദീകരണം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം കൂടി ഉണ്ടാകുന്നുണ്ട്. അല്ല, ഇത് ആളുകളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ നടത്തുന്നതിനെതിരെ മറുപടി പറയാൻ പോകേണ്ട ഒരു സമയമല്ല. അങ്ങനെ മറുപടി പറഞ്ഞു പോകേണ്ടതല്ല. അങ്ങനെ മറുപടി പറയുമ്പോൾ ആ മറുപടിയുടെ ഭാഗമായി പിന്നെ ഇപ്പോൾ ഒരു യോജിപ്പിൽ എല്ലാവരും നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഘട്ടമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, അതിൽ വളരെ ചെറു ന്യൂനപക്ഷം വരുന്നവരാണ് ഇത്തരത്തിൽ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത്, ചെറു ന്യൂനപക്ഷം. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളിൽ മഹാഭൂരിപക്ഷവും എല്ലാവരും യോജിച്ച് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആക്ഷേപങ്ങൾ ചിലപ്പോൾ അത് വ്യക്തിപരമായിട്ടായിരിക്കാം, ചിലപ്പോൾ അത് സർക്കാരിനെ ആകെ മോശമാക്കുന്ന നിലയിലേക്കായിരിക്കാം. അതിന് മറുപടി പറയേണ്ട സമയമല്ല. മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ശരിയായ നിലപാട്. പക്ഷേ മറുപടി പറയേണ്ട സമയമല്ല. തൽക്കാലം എല്ലാം കേൾക്കുക, സഹിക്കുക. അത്തരത്തിലുള്ള ഏത് ആക്ഷേപങ്ങൾ വന്നാലും അത് ഒരു തരത്തിലും നിലവിലുള്ള യോജിപ്പിന് കോട്ടം തട്ടാത്ത നിലയിൽ മുന്നോട്ട് പോകാനുള്ള പ്രധാന ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്ന നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. ആ നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ജനങ്ങൾക്കും അറിയാം. എല്ലാവരും യോജിപ്പോടുകൂടി മുന്നോട്ട് പോകേണ്ട ഘട്ടമാണ്. ഇവിടെ വിവാദങ്ങൾക്ക് സ്ഥാനമില്ല. അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മളൊക്കെ ഇത് കാണുകയാണ്, നേരിട്ട് കാണുകയാണ്. അവരുടെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടും. അവർക്കത് വല്ലാത്ത മാനസിക പ്രയാസങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ലോകത്ത് ആ നിലയിലുള്ള പ്രചരണങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് ജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും. ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അനാവശ്യ അസംബന്ധ പ്രചരണങ്ങൾ നടത്തുന്നവരുടെ മനസ്സ് കൂടുതൽ വലുതാകട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. മറ്റ് ഒരു തരത്തിലുമുള്ള മറുപടിയും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെയധികം നന്ദി മിനിസ്റ്റർ. അത് വളരെ ഉത്തരവാദിത്വപൂർവമായ ഒരു നിലപാടാണ്, കാഴ്ചപ്പാടാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. വയനാടിനെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ സർക്കാർ ഒറ്റ മനസ്സോടുകൂടി എല്ലാവരെയും യോജിപ്പിച്ച് എല്ലാ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും സമാഹരിച്ച് ഒരു സിംഗിൾ വിൻഡോയായി പ്രവർത്തിക്കും. എല്ലാ സഹായങ്ങളും ക്രോഡീകരിക്കും. അതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും. എല്ലാ നിലയിലും എല്ലാവരെയും സഹകരിച്ച് എല്ലാ നിലയിലും വയനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് സൂപ്പർ പ്രൈം ടൈമിൽ നമുക്ക് നൽകിയ ഉറപ്പ്. മറ്റ് അതിഥികളിലേക്ക് കൂടി പോവുകയാണ്.
നമ്മളോടൊപ്പം ശ്രീ കെ ജയകുമാർ, മുൻ ചീഫ് സെക്രട്ടറി, അല്പസമയത്തിന് ശേഷം ചേരും. ഡോക്ടർ ജി വിജയരാഘവൻ, അദ്ദേഹം ടെക്നോ പാർക്കിന്റെ സ്ഥാപകനാണ്. ഒപ്പം നമ്മുടെ റിപ്പോർട്ടർമാർ കെ മധുവും എം കമലും നമ്മളോടൊപ്പം ചേരും. ശ്രീ വിജയരാഘവൻ, കേരളം ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ 390 മനുഷ്യരെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക് എന്ന് പറയുന്നത്. 100-180 മനുഷ്യരെ ഇനിയും കണ്ടെത്താനുമുണ്ട്. അതൊരു വലിയ സംഖ്യയും വലിയ നഷ്ടവുമാണ്, തിട്ടപ്പെടുത്താൻ കഴിയാത്ത നഷ്ടമാണ്. പക്ഷേ വയനാടിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ ചർച്ചകൾ നടന്നു വരികയുമാണ്. അങ്ങേക്കുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ ഒരു 7-8 സ്റ്റെപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഒന്ന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. ആ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് നമ്മൾ പറയുമ്പോഴത്തേക്ക് ശരിക്കും എമർജൻസി റെസ്ക്യൂ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ഇമർജൻസി റിലീഫ് പ്രൊവൈഡ് ചെയ്യുക, അതെല്ലാം വളരെ നന്നായിട്ട് നടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളത് ടെമ്പററി ഷെൽറ്റേഴ്സ്. അതായത് വീട് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ടെമ്പററി ആയിട്ട് അവർക്ക് നമ്മൾ ക്യാമ്പുകൾ പോലത്തെ, പക്ഷേ കുറേ കൂടെ ലോങ്ങർ ടേം അവർക്ക് നമ്മൾ ഈ പറയുന്ന റീബിൽഡിങ് നടക്കുന്നതിനിടയ്ക്ക് അവർക്ക് ലോങ്ങർ ടേം താമസിക്കാനുള്ള സ്ഥലങ്ങൾ, അത് അടുത്തൊരു സ്റ്റെപ്പായിട്ട് വരേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഇതിൽ സ്ക്രോളും ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഈ അസസ്മെൻറ്റ്, ഈ ഡാമേജിൻ്റെ അസസ്മെൻറ്റ് എത്ര എന്നുള്ളത് ഇന്ന് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുന്ന ഒരു ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ്സ് അല്ല. കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളൊരു ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് കേന്ദ്രത്തിന് കൊടുക്കാതിരിക്കുകയും നമ്മളൊരു ഒരു ജനറലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോഴത്തേക്ക് അതിനുള്ള അതിനുള്ള ഇൻപുട്സോ തുകകൾ വരുന്നില്ല. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ്സ് ചെയ്ത് ഇന്ന ഏരിയയിൽ ഇന്ന ഡാമേജ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് പോകണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യമുള്ളത്, ശരിക്കും കേന്ദ്രവും സംസ്ഥാന സർക്കാരും NGOകളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്തൊരു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ കാണുന്നിരുന്നു. വളരെ ഇതായിട്ട് ശരിക്കും ഇതൊന്നും ശ്രീ ജോർജ് കുര്യൻ അവിടെ കുറച്ച് സ്റ്റേ ചെയ്തിരുന്നു, അതിൻ്റെ കുറേ ഇമ്പാക്റ്റ് ഉണ്ട്. മിനിസ്റ്റേഴ്സ് പോയി, ചീഫ് മിനിസ്റ്റർ പോയി. അപ്പോൾ ആ ഒരു കൂട്ടായ്മ ഉണ്ട്. അത് ശ്രീ മുഹമ്മദ് റിയാസ് ഇപ്പോൾ സംസാരിച്ചപ്പോഴും ആ ഒരു യോജിച്ച് എല്ലാവരും കൂടെ കൊണ്ടുപോകണം. ആ ഒരു വർക്കിംഗ് ആസ് എ കമ്മ്യൂണിറ്റി ടു സോൾവ് ദിസ് പ്രോബ്ലം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഇൻഫ്രാസ്ട്രക്ചർ റീബിൽഡിങ്. അതാണ് ഇനി അടുത്ത ഫോക്കസ് ഏരിയ വരുന്നത്. ആ റീബിൽഡിങ്ങിൽ വരുന്നതാണ് വീടുകൾ. ആ വീടുകൾ പറയുമ്പോൾ സസ്റ്റൈനബിൾ വീടുകളും ഈ വീടുകൾ നമ്മൾ പണിയാൻ പോകുന്ന സ്ഥലങ്ങൾ ഗവൺമെൻറ് ടൗൺഷിപ്പ് എന്ന് പറയും. ചിലപ്പോൾ ഒരു ടൗൺഷിപ്പ് ഇവരെല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തേക്കുന്ന ഒരു ടൗൺഷിപ്പ് ചിലപ്പോൾ ആ ഏരിയക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് മാറി 1 കിലോമീറ്റർ 1 കിലോമീറ്റർ മാറി ടൗൺഷിപ്പുകളും അവിടെ സ്കൂളുകൾ, ആശുപത്രികൾ, അവർക്കുള്ള റിക്രിയേഷൻ ഏരിയ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു ടൗൺഷിപ്പിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് വരാൻ സാധ്യത. അപ്പോൾ ആ ഒരു റീബിൽഡിങ്ങും സ്കൂളുകളും മറ്റും റീബിൽഡ് ചെയ്യാനുള്ളൊരു ഒരു മേജറായിട്ടുള്ള കാര്യം വരും. പിന്നീട് വരുന്നതാണ് ലൈവ്ലിഹുഡ് റെസ്റ്റോറേഷൻ. അതായത് ഇവർക്കൊക്കെ ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ജീവിതമാർഗ്ഗം എല്ലാം ഒരു താറുമാറായിരിക്കുകയാണ്. അപ്പോൾ അതിന് അവരെ തിരികെ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. ചെറിയ കാര്യങ്ങളുടെ തുടക്കം വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും സോഷ്യൽ സപ്പോർട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഓരോ നമുക്ക് വളരെ ഡീറ്റെയിൽഡായി സംസാരിക്കാനുള്ള കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇനി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഇനി ഡെവലപ്മെൻറ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ പൊട്ടൻഷ്യലി ലാൻഡ് സ്ലൈഡ്സ് വരാൻ സാധ്യതയുള്ള ഏരിയകളിൽ നിന്നുള്ള ആൾക്കാരെ ഒരു ലാൻഡ് സ്ലൈഡ് വരുന്നതിന് മുമ്പ് നമ്മൾ ഓൾട്ടർനേറ്റ് ലൊക്കേഷൻസ് കണ്ടുപിടിച്ച് അവരെ അങ്ങോട്ടേക്ക് മാറ്റുക എന്നുള്ളൊരു വരണം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പലപ്പോഴും പറ്റുന്നത് ഒരു ലോങ് ടേം മോണിറ്ററിങ് ആൻഡ് സപ്പോർട്ട്. ആ ലോങ് ടേം മോണിറ്ററിങ് ആൻഡ് സപ്പോർട്ട് ഇതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ ഒരു യുഫോറിയ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും അത് വിട്ടുപോകുന്നു, അത് മറക്കും, പിന്നെ ചർച്ച ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ള, ഇതൊരു കേരളത്തിന് വന്ന ഏറ്റവും വലിയ ദുരന്തമാണെങ്കിലും നമുക്ക് ഫ്ലഡിന് വന്നതിൻ്റെ അത്രത്തോളം ഒരു സ്പ്രെഡ് ഔട്ട് ഇമ്പാക്റ്റ് അല്ല. കുറേ കൂടെ ഒരു ഫോക്കസ്ഡ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് കുറേ കൂടെ എളുപ്പം ഞാൻ പറയുന്ന സമയം ഒരുപാട് സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ആ റീഹാബിലിറ്റേഷൻ വളരെ ക്വിക്കായിട്ട് നടത്താൻ സാധിക്കും. പക്ഷേ അത് വളരെ സയൻറ്റിഫിക്കായിട്ട് പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള വെച്ചാൽ ഒരു റിസ്ക് മിറ്റിഗേറ്റഡ് പ്ലാൻ ആയിരിക്കണം. അതായത് ഒരു കാരണവശാലും അവിടെ ഇനിയൊരു റിസ്ക് ഇല്ല എന്നുള്ള രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ് വേണം നമുക്ക് ചെയ്യാനുള്ളത്. ഒറ്റ കാര്യം, ഒരു ചെറിയ ഉത്തരം എനിക്ക് ആവശ്യമുണ്ട്. അതായത് ശ്രീ വിജയരാഘവൻ, ഒരു ടൗൺഷിപ്പ് ഒക്കെ നിർമ്മിച്ച് പൂർണ്ണാർത്ഥത്തിൽ ഒരു റീബിൽഡ് ചെയ്ത വയനാട് എന്നൊക്കെ പറയുന്നത് കുറച്ച് കാലമെടുക്കും അല്ലേ? അത്രയും കാലം ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ മനുഷ്യൻ ജീവിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് ചില ഡിസ്കഷൻസ് വരുന്ന അവർ റിലേറ്റീവ്സിലൂടെ താമസിക്കുക, അല്ലെങ്കിൽ വാടക വീടുകൾ കൊടുക്കുക. പക്ഷേ ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്,
ഒരു ലോങ് ടേം എന്ന് പറഞ്ഞാൽ 3-4 വർഷം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം മാസങ്ങൾക്കകം ചെയ്യാൻ പറ്റണം. അത് ഡെഫിനറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ മോഡുലറായിട്ട് പ്ലാൻ ചെയ്ത് ആ കൺസ്ട്രക്ഷൻ മുഴുവൻ അവിടെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് മോഡുലറായിട്ട് പ്രീ ഫാബ്രിക്കേറ്റ് ആയിട്ടൊക്കെ പല കാര്യങ്ങൾ ചെയ്യും. ഒരുമിച്ചുള്ള പ്ലാനിങ് ആണെങ്കിൽ എല്ലാ വീടുകളിലും ജനലുകൾ ഒരേ സൈസ് ആണെങ്കിൽ വളരെ ക്വിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അല്ല ആശാരിമാർ അവിടെ പോയിരുന്ന് പണിയാന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സയൻറ്റിഫിക് ആയിട്ട് ഒരു മാസ് പ്രൊഡക്ഷൻ ഓഫ് ഹൗസസ് എന്നുള്ള രീതിയിൽ പോവുക. രണ്ടാമത് അവിടെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ആ സോയിൽ ടെസ്റ്റ് ക്ലിയർ ആയിട്ട് വരിക. അതുപോലെ തന്നെ ആ ഏരിയ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് ഇനി അവിടെ ഇതുപോലത്തെ ഒരു ഒന്നുകിൽ ഫ്ലഡ് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇഷ്യൂ വരുന്ന രീതിയിൽ നോക്കുക. ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ള, ഇതിൻ്റെ അടുത്ത് ഒരുപാട് സർക്കാർ ഭൂമിയുണ്ട്. അത് പല വലിയ സ്ഥാപനങ്ങൾക്കും ലീസ് ഔട്ട് ചെയ്തതാണ്. ഗവൺമെൻറ്റിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിലുള്ള പവേഴ്സ് യൂസ് ചെയ്ത് ഗവൺമെൻറ് അതിൻ്റെ അകത്ത് കുറേ ലാൻഡ് എടുക്കാൻ പറ്റും. ആ ലാൻഡ് എടുത്ത് അവിടെ വേണം നമ്മൾ റീഹാബിലിറ്റേഷൻ ചെയ്യേണ്ടത്. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് മിറ്റിഗേറ്റഡ് ആയിരിക്കണം. അവിടെ ഒരു കാരണവശാലും ഇനിയൊരു പ്രശ്നമല്ല. കാരണം ഇനിയൊരു പ്രശ്നം കൂടെ അവിടെ വരാൻ അവിടുത്തെ ജനങ്ങൾക്ക് താങ്ങാൻ ഒക്കില്ല. തീർച്ചയായും ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ കെ ജയകുമാർ, മുൻ ചീഫ് സെക്രട്ടറി നമ്മളോടൊപ്പം ടെലിഫോൺ ഡയൽ ചെയ്യുന്നുണ്ട്. ശ്രീ കെ ജയകുമാർ, നമുക്ക് ഒരു നാടിനെ അങ്ങനെ തന്നെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയ 2 പ്രദേശങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. മനുഷ്യർക്ക് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തേണ്ടതിന്റെ ഉത്തരവാദിത്വമുണ്ട്. സാധാരണഗതിയിൽ CMDRF-നെതിരെയൊക്കെ വലിയ പ്രചാരണം ഉണ്ടായതുകൊണ്ട് അതിനെതിരെ നിയമ നടപടികൾ കൂടി ഉണ്ടാകുന്നതുകൊണ്ട് ചിലർ കാവ്യാത്മകമായൊക്കെ ഈ തട്ടാൻ തൊട്ടാൽ 10-8, സർക്കാർ തൊട്ടാൽ 10-1 എന്നൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നു. അത്രയുമെങ്കിലും അവിശ്വാസം ചെലുത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന രീതിയിലൊക്കെ ഉള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. അതായത് സർക്കാർ സംവിധാനത്തിൽ ഒരു ടൗൺഷിപ്പ് പൂർത്തിയാകുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ പരമാവധി അവിശ്വാസം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും ചിലരുടെ താല്പര്യം. പക്ഷേ അങ്ങനെ ഒരു താല്പര്യം അവിടെ നിൽക്കുന്നു, അതിനെ നമ്മളെ ചെറുക്കേണ്ടതുണ്ട് എന്നത് ശരി. എന്നിരുന്നാലും ഒരു സംവിധാനത്തിലൂടെ ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത് വലിയ എഫോർട്ട് വേണ്ട ഒന്നാണ്, അതിന് ഇച്ഛാശക്തി വേണ്ട ഒന്നാണ്. എത്രത്തോളം കാര്യക്ഷമമായ യുദ്ധകാലാടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ സർക്കാരിന്റെയും സംവിധാനത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടാകണം വയനാടിനെ പുനർനിർമ്മിക്കാൻ? ഞാനിതിനകത്തൊരു എക്സ്പെർട്ട് ഒന്നുമല്ല. ഞാനൊരു പത്രവായനക്കാരൻ എന്നുള്ള നിലയ്ക്കും ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്കും പഴയ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്കും ഞാനിതിനെ വളരെ വൈകാരികമായിട്ട് കൂടെ കാണുന്ന ഒരാളാണ്. ഒരു കവി എന്നുള്ള നിലയ്ക്ക് കൂടി വാസ്തവത്തിൽ ഒരു നടുക്ക് ഒന്നും നമുക്ക് മാറിയിട്ടില്ല. ഇപ്പോ ഈ വിവാദങ്ങളും സർക്കാർ ചെയ്യുന്നത് ശരിയോ തെറ്റോ, ടൗൺഷിപ്പ് ശരിയോ തെറ്റോ, ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വാസ്തവത്തില് കുറച്ച് പ്രിമച്യൂർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെന്റ് ഒരു ആശയം മുമ്പോട്ട് വച്ചിരിക്കുന്നു. ആ ആശയത്തിന്റെ പിന്നിലുള്ള മനോഗതി എന്താണ്, അതിന്റെ ഒരു നല്ല ഉദ്ദേശം എന്താണ്, അതാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്. ആ ഉദ്ദേശത്തെ നമുക്ക് അത് വളരെ ക്രിയാത്മകമായിട്ട് കാണണം. എന്താണ് ഇപ്പൊ ഒരു ടൗൺഷിപ്പ്? ഞാനതിനെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതായിട്ട് പറയല്ല. ഒരു ടൗൺഷിപ്പ് എന്ന് ഗവൺമെന്റ് ഉദ്ദേശിച്ചത് എന്താണ്? സുരക്ഷിതമായിട്ടുള്ള ഒരിടം, എല്ലാ സൗകര്യങ്ങളും കൂടി ചെയ്തു കൊടുത്തുകൊണ്ട് ഇനിയൊരു അപകടത്തിൽ ഇവർ പെടരുത് എന്നുള്ള വിചാരത്തിൽ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ആവാസ കേന്ദ്രം ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമേ ഈ ടൗൺഷിപ്പ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടതുള്ളൂ. ആ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് വേറൊന്നാണ്. ഈ നമ്മൾ കേരളത്തിലുള്ളവരെ ഇപ്പോഴും ഈ ഒരു വലിയ വിപത്ത് കണ്ടിട്ടും പാരിസ്ഥിതികമായിട്ടുള്ള വിവേകം നമ്മുടെ വികസന പരിപാടികളുടെ അവിഭാജ്യ ഘടകമാക്കാൻ നമ്മളിപ്പോഴും സന്നദ്ധരാണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഗവൺമെന്റ് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞു ഉടനെ അതിനെ എതിർക്കുന്നു, അതിനെ അനുകൂലിക്കുന്നുള്ളൂ എന്നുള്ളതല്ല. ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധിയെ 100% നമ്മൾ മാനിക്കണം. ഇനി ഇവർക്കൊരു അപകടം ഉണ്ടാകാത്ത രീതിയിലുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഗവൺമെന്റിന്റെ ഉദ്ദേശം വളരെ നല്ലത്. എന്നാൽ പൊതുസമൂഹത്തിന്റെ ഈ പരിസ്ഥിതിയോടുള്ള ഒരു സമീപനത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റമുണ്ടായിട്ടില്ല എങ്കിൽ നമ്മുടെ പരിഹാര മാർഗങ്ങളെല്ലാം തന്നെ അർത്ഥമനസ്സോടുകൂടി ചെയ്യേണ്ടി വരുമോ എന്നൊരു സ്ഥിതി ഉണ്ടാകുമോ എന്നൊക്കെയാണ് എനിക്ക് ആശങ്ക. കാരണം ഇപ്പോഴും നമ്മൾ തൽക്കാലം പരിസ്ഥിതിയെ പറ്റി അനുകൂലം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഷോക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഴയ സ്വഭാവം നടക്കും. വികസനമാണെങ്കിൽ ഇത്തിരിയൊക്കെ വിട്ടുവീഴ്ച വേണ്ടേ എന്നൊക്കെയുള്ള നമ്മുടെ അത് പരിസ്ഥിതി ലോലമായിട്ടുള്ള ഇത്തരം പ്രദേശങ്ങളിൽ എവിടെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? പരിസ്ഥിതിക്കാണോ, വികസനത്തിനാണോ, നമ്മൾ പരമ്പരാഗതമായ വികസനത്തിനാണോ? ഇത്തരം കാര്യങ്ങളിൽ ഈ പൊതുസമൂഹത്തിൽ വ്യക്തത ഉണ്ടാക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഉള്ള കാര്യമാണെങ്കിൽ പോലും വയനാട് പോലെ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇനി മനുഷ്യജീവൻ ഗുരുതി കൊടുക്കാൻ സാധ്യമല്ല. ഇവിടെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിൽ ഉറച്ചുകൊണ്ടുള്ള ഒരു വികസന സമീപനം തന്നെയാണ് നമുക്ക് വേണ്ടത് എന്ന് പൊതുസമൂഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കിക്കാൻ കൂടി നമ്മൾ ഈ സന്ദർഭം ഉപയോഗിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ചർച്ചയുടെ ഫോക്കസ് മാറ്റി
ഗവൺമെന്റ് ടൗൺഷിപ്പ് കെട്ടണമോ അതോ സ്വകാര്യ മേഖല ഏൽപ്പിക്കണമോ, NGO ഏൽപ്പിക്കണം, ഇതൊക്കെ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ചർച്ചയാണ്. ഗവൺമെന്റിന്റെ നല്ല ഉദ്ദേശത്തിൽ നമുക്ക് മാനിക്കുക, അതിനകത്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ പറയുക. ആ പോരായ്മകളുടെ ഭാഗത്താണ് ഞാൻ പറയുന്നത് പരിസ്ഥിതിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന് നമ്മൾ എല്ലാവരും കൂട്ടുനിൽക്കുകയും സമൂഹത്തിൽ നിലവിലിരിക്കുന്ന ചില തെറ്റായ ആശയങ്ങളെ തിരുത്താൻ ഈ ഒരു സന്ദർഭമെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ നമ്മളതൊരു അപരാധമായിരിക്കും ചെയ്യുന്നത്. ഇതാണ് എനിക്ക് ഇതിനെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഒറ്റ കാര്യം കൂടി ശ്രീ കെ ജയകുമാർ, അതായത് ഇപ്പോൾ ഈ ഭാഗത്ത് ദുരിതം അനുഭവിച്ചവർക്ക് ഒന്നുമില്ലാതെ പോയവരെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ച് അവിടേക്ക് അവരെ പുനരധിവസിപ്പിക്കുന്നു. ശ്രീ ജി വിജയരാഘവൻ നേരത്തെ പറയുകയായിരുന്നു, ഇത്തരത്തിലുള്ള സാധ്യതകളുള്ള പരിസ്ഥിതി ലോല മേഖലകളിൽ ജീവിക്കുന്ന ആളുകളെ കൂടി, അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് കൂടി ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അത് നമുക്ക് നമ്മുടെ ഒരു കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജനങ്ങൾ അതിനോട് എത്രത്തോളം പോസിറ്റീവായി ഒരു സമീപനം ഉണ്ടാകും? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു വലിയ ദുരന്തത്തിൽ പോലും നമ്മൾ പഠിച്ച് ശീലിച്ചു പോയിട്ടുള്ള തെറ്റായ ആശയങ്ങൾ തിരുത്താൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നമ്മളൊരു പരിഷ്കൃത ജനത എന്ന് പറഞ്ഞിട്ട് എന്താണ് അർത്ഥം? പ്രകൃതി ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് മുന്നറിയിപ്പ് തരേണ്ടത്? ഇനിയൊരു ചൂരൽമല ഉണ്ടായിട്ട് ഇനി നമ്മൾ അവരെ പുനരധിവസിപ്പിക്കുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. അതൊരു വിജയരാഘവൻ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടി സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി താമസിക്കാനുള്ള ഒരു വലിയ പദ്ധതി ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ആ സ്ഥലങ്ങളിലുള്ള സ്ഥലങ്ങൾ അങ്ങനെ തന്നെ അത് പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. പ്രകൃതി സ്വാഭാവികമായിട്ട് അതിനെ സ്റ്റെബിലൈസ് ചെയ്തുകൊള്ളും. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ആശയഗതിയിലുള്ള വലിയ ഒരു വ്യതിയാനം കേരളത്തിൽ ഉണ്ടാകണം. അതിനെങ്കിലും ഈ പ്രകൃതി വിനാശം അല്ലെങ്കിൽ ഈ ജീവനാശം കൊണ്ട് നമ്മൾ പഠിക്കണം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ കെ ജയകുമാർ സംസാരിച്ചതിന്. ഇത്തരത്തിലുള്ള ചർച്ചകൾ, പല അഭിപ്രായങ്ങൾ, ഇപ്പോൾ ഒരഭിപ്രായം ഒരു വശത്ത് നിന്ന് ഉയർന്നു വരുമ്പോൾ മറ്റു തരത്തിലുള്ള അഭിപ്രായങ്ങൾ മറ്റു വശങ്ങളിൽ നിന്ന് ഉയർന്നു വരും. അതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്. അപ്പോൾ അവയെല്ലാം കൂടി ചേർന്ന് വെച്ചുകൊണ്ട് അതിൽ നിന്ന് ക്രിയാത്മകമായി ഒരു അഭിപ്രായ സ്വരൂപണത്തിലേക്ക് എങ്ങനെ ചെന്ന് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതിനൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ വേദിയാകും പല ചർച്ചാവേദികളും എന്ന് വിചാരിച്ചു പോകേണ്ടിയിരിക്കുന്നു. ഒരിടവേള, പെട്ടെന്ന് വരാം. വയനാട്ടിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ കൂടി ചേരുന്നു. കെ മധുവും എം കമലും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം മധുവിലേക്ക്. മധു, ഇന്ന് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് അവിടെ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരിൽ തിരിച്ചറിയപ്പെടാതെ പോയവർക്ക് വേണ്ടി ഒരുക്കിയ ശ്മശാനത്തിന്റെ ദൃശ്യങ്ങളാണ്. ആ കണ്ണീരിൽ കുതിർന്ന ദൃശ്യങ്ങൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത, നേരത്തെ രഘു റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു തുവാല വലുപ്പത്തിലുള്ള സഞ്ചികളിൽ പോലും മനുഷ്യന്റെ ശാരീരിക ഭാഗങ്ങൾ സംസ്കരിക്കാൻ ഒരുങ്ങുകയാണ്. അവരൊക്കെ അവനവന്റെ പ്രിയപ്പെട്ടവരാണ് എന്ന് കരുതിയാണ് നമ്മൾ എല്ലാ ആദരവും സ്നേഹവും നൽകി യാത്രയയക്കുകയും ചെയ്തത്. അവിടെ നിന്നാണ് നമുക്ക് ഒരു പുതിയ വയനാടിനെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. തീർച്ചയായും എനിക്ക് നേരത്തെ രണ്ട് നമ്മുടെ എക്സ്പേർട്സ് പറഞ്ഞതിനോടും വളരെ യോജിക്കുകയാണ് ആദ്യം തന്നെ. കാരണം അത്രയും അവരുടെ ഒരു എക്സ്പേർട്ടൈസ് എന്ന് പറയുന്നത് പല ഘട്ടത്തിലും അവർ മുന്നോട്ട് വച്ചിട്ടുള്ളതും ഇത്തരത്തിലുള്ള നിരവധി അനുഭവ പാഠങ്ങളിലൂടെ അവൾ വളർത്തിയെടുത്തിട്ടുള്ളതുമാണ്. ഞാൻ നേരത്തെ ജയകുമാർ സാർ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. എനിക്ക് ആദ്യം ഓർമ്മ വന്നത് പണ്ട് വായിച്ചൊരു ബംഗാളി നോവലാണ്. ആരണ്യക് എന്നാണ് ആ നോവലിൻ്റെ പേര്. വിഭൂതിഭൂഷൻ്റെ ആ പഴയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കാട്ടിലേക്ക് ഒരു വിത്ത് കൊണ്ട് കൊടുക്കുന്ന യുഗളപ്രസാദൻ എന്ന ഒരു കഥാപാത്രത്തെ പറ്റിയാണത്. നമ്മൾ തിരിച്ച് പ്രകൃതിക്ക് എന്ത് കൊടുക്കും എന്നുള്ളൊരു ആലോചന പലപ്പോഴും ഉണ്ടാകാറില്ല. ടൗൺഷിപ്പ് എന്ന് പറയുന്നത് വിജയരാഘവൻ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഐഡിയയാണ്, ഒരു വിത്താണ്. ആ വിത്തിനെ പക്ഷേ നമ്മൾ നടപ്പാക്കുമ്പോൾ വയനാടിൻ്റെ ഈ ഒറ്റ പ്രദേശത്തെ, ഇപ്പോൾ മുണ്ടക്കൈ പോലെ ഉള്ള ഒറ്റ പ്രദേശത്തെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടാവുന്നത് വീണ്ടും ആത്മഹത്യാപരമാകും എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പ്രദേശത്തിന് മാത്രമായി ഒന്നും ചെയ്യാനില്ല. ഇത് ഒറ്റ ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാഞ്ഞുപോയ 3-4 സ്ഥലങ്ങളുണ്ട്. മനുഷ്യരെ തിരിച്ച് കയറി ചെല്ലാൻ പറ്റാതായി പോയ കുറച്ച് ഇടങ്ങളുണ്ട്. അത് വെള്ളൊലിപ്പാറയ്ക്ക് താഴേക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ പുഞ്ചിരിമട്ടമാണെങ്കിലും മുണ്ടക്കൈയാണെങ്കിലും അട്ടമലയുടെ ഒരു പ്രദേശമാണെങ്കിലും ആ പണ്ട് അമ്പലം നിന്നിരുന്ന പ്രദേശമാണെങ്കിലും പാലം കടന്ന് തിരിച്ച് ചൂരൽമലയിലേക്ക് എത്തുന്ന പ്രദേശമാണെങ്കിലും ആ മേഖലകളിലെല്ലാം പലയിടത്തായി 4-5 ഇടത്തായി താമസിച്ച ഒരു സമൂഹം, അവരൊറ്റ സമൂഹമായിരുന്നു. ആ ഒറ്റ സമൂഹത്തിന് എങ്ങനെ അവരുടെ ഭാവി കരുപിടിപ്പിക്കാൻ സമാധാനപരമായി ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. നമ്മൾ ഈ ആസൂത്രണമൊക്കെ നടക്കുമ്പോൾ, വലിയ തോതിൽ കൊണ്ടുവരുമ്പോൾ, നമ്മൾ വയനാടിനെ പലപ്പോഴും കാണുന്നത് പുറത്തിരുന്ന്
നഗരവാസികളായ ഒരുപാട് അനുഭവങ്ങളുള്ള മനുഷ്യർ അവർ ഒരു സുഖവാസ കേന്ദ്രമായി വയനാട്ടിനെ കാണുന്നു. പക്ഷെ അത് ടൂറിസം സ്പോട്ട് എന്ന വിധത്തിൽ സഞ്ചാരികളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് രൂപപ്പെടുത്തേണ്ടുന്ന ഒന്നാണ് വയനാടിൻ്റെ വികസനം എന്ന് ഞാൻ കരുതുന്നില്ല. അത് വയനാട്ടുകാരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന പ്രാഥമിക പരിഗണന കൊടുത്തുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്കല്ലാതെ താഴെ നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നാട്ടുകാരുടെ അഭിപ്രായം. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് അവർ അത്യാവശ്യം നമ്മളെക്കാളൊക്കെ നല്ല വിധത്തിൽ അഭിമാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യരാണ്. അവരുടെ ആ അഭിമാനം ഒരു പ്രകൃതി ഒട്ടിയൊലിച്ചു പോകുമ്പോൾ അവർക്ക് ആ അഭിമാനത്തോടെ അതിജീവിക്കാൻ കഴിയണം എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ നാളെ നമ്മുടെ തന്നെ അടുത്ത തലമുറയ്ക്ക് പകരാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു കൃത്യമായ പദ്ധതി വേണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇന്ന് ഒരു പ്രദേശത്ത് മാത്രമല്ല, വയനാടിൻ്റെ ഈ പ്രദേശം നമുക്കറിയാം. പുന്നപ്പുഴയിൽ നിന്ന് അത് കള്ളാടിപ്പുഴയിൽ പോയി, അവിടെ നിന്ന് മീനാക്ഷി പുഴയിൽ ചെത്തി ചാലിയാറിലേക്കൊക്കെ എത്തുന്ന ആ പ്രദേശത്തിന് മറുവശത്ത് കിഴക്കോട്ടൊഴുകുന്ന കബനിയിൽ ചേരുന്ന ഒരുപാട് അരുവികളുണ്ട്. ഇതെല്ലാം ചേരുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ആലോചിച്ചാൽ അറിയാം, മുപ്പൈനാട്, കുറിച്യാർമല പോലെ പരിസ്ഥിതി വിലോല മേഖലകളായ ഒരുപാട് പ്രദേശങ്ങളിൽ അനിയന്ത്രിതമായ മനുഷ്യൻ്റെ ഇടപെടലുകൾ ഉണ്ടാക്കുന്ന ആശങ്കകൾ ഒരു വശത്ത് ശക്തമാവുകയാണ്. അപ്പോഴാണ് ഈ പറയുന്ന പോലെ ഒരു വിത്ത് വയ്ക്കുമ്പോൾ അത് ഒരു പ്രദേശത്തിനപ്പുറത്ത് ആദ്യം തന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ വലിയൊരു ദുരന്തങ്ങളെ എത്രത്തോളം ഒഴിവാക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾക്ക് പ്രഥമ പരിഗണന തീർച്ചയായും നൽകണം. അതിനപ്പുറത്ത് അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് വേണ്ടത്. ഈ ആദ്യഘട്ടത്തിൽ ഞാൻ ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ശരി, കമലിലേക്ക് ഒരിക്കൽ കൂടി. കമൽ, ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തീവാർന്ന ചർച്ച ഉണ്ടാകാൻ പോകുന്ന ഒരു വിഷയം പരിസ്ഥിതിവാദികളും വികസനവാദികളും തമ്മിലായിരിക്കും. വയനാടിനെ എങ്ങനെ രൂപപ്പെടുത്തണം എന്നത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമെന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അവിടുത്തെ ആളുകളുടെ മനസ്സ്, നേരത്തെ മധു പറഞ്ഞതുപോലെ തന്നെ, അവർ ജീവിച്ചതും അവർ ജീവിക്കാൻ ശീലിച്ചതും അവർക്ക് പരിശീലനം കിട്ടിയതും വയനാടിന്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവർക്ക് നമ്മൾ ഓഫർ ചെയ്യുന്ന ഈ പറയുന്ന ടൗൺഷിപ്പുകളിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നാഗരികമായ ഒരു ജീവിതം ഓഫർ ചെയ്താൽ അവർക്ക് വന്നാൽ അവരുടെ ജീവനോപാധി, കൃഷി ചെയ്ത് ജീവിച്ച മനുഷ്യർക്ക് നാഗരികമായ ഒരിടത്തേക്ക് വരാൻ കഴിയുമോ എന്ന തരത്തിലുള്ള പല ആശങ്കകൾ, ഇതൊക്കെ സർക്കാർ എന്താണോ വിഭാവനം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം പരിഗണിക്കും, അല്ലെ? ഇത് ഏകപക്ഷീയമായി തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നത് സംബന്ധിച്ച് നമുക്ക് ആത്മവിശ്വാസത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ. അപ്പോൾ അത് അവരെ കൂടി എത്രത്തോളം വിശ്വാസത്തിലെടുക്കണം നമ്മൾ? മാധു, ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ, അതിൽ ബാധിച്ചവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ഉറപ്പാണ്. പക്ഷേ അതോടൊപ്പം മറ്റു പല കാര്യങ്ങളും പരിഗണിക്കേണ്ടി വരും. കാരണം പുതുതായി ഇപ്പം നേരത്തെ നമ്മുടെ എക്സ്പേർട്സ് പറഞ്ഞ പോലെ ഈ പുതിയൊരു സ്ഥലത്ത് ആ ഭൂമി തിരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കാരണം ഇത്രയും പേർക്ക് ഒരു സ്ഥലത്ത് താമസം ഒരുക്കുക എന്നത് വയനാടിൻ്റെ ഭൂപ്രകൃതി വെച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും സ്ഥലം ഒന്നിച്ച് വാസയോഗ്യമായ ഒരു സ്ഥലം ഒന്നിച്ച് കിട്ടുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഭൂമിയുടെ പ്രത്യേകതകൾ പരിഗണിക്കണം. നമ്മൾ ഇപ്പം മാധു പറഞ്ഞതുപോലെ വയനാട്ടിലെ ആളുകൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടി കാലാവസ്ഥാ വ്യതിയാനത്തെ നമ്മൾ കണ്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഒരു ദിവസം 300 മില്ലിമീറ്റർ മഴ പെയ്യാൻ സാധ്യതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 2 ആഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണക്കിലെടുക്കണം. അങ്ങനെ ഒരു മഴ പെയ്താൽ കൂടി അപകടം പറ്റാത്ത സ്ഥലം തിരഞ്ഞെടുക്കണം. വയനാടിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. നമുക്ക് സമതലമായ ഒരു പ്രദേശം, അങ്ങനെ ഒരു ടൗൺഷിപ്പ് പണിയാനൊക്കെയുള്ള ഒരു ഭൂമി ലഭ്യമാകുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഈ പ്രദേശത്തോട് ചേർന്ന് അങ്ങനെ ഒരു ഭൂമി ലഭ്യമാക്കുക എന്നത് വളരെ വെല്ലുവിളിയാകും. അപ്പോൾ അവിടെ നിന്ന് മാറേണ്ടി വരും. ഈ പുത്തുമലയുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ചൊരു ആ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ അറിയാം. മാത്രമല്ല ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഈ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പല ഡിലേ ഉണ്ടാകും, ലാഗ് ഉണ്ടാകും. അത് ഒഴിവാക്കുക എന്നത് സർക്കാർ
സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനായി ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുക, സ്വാഭാവികമായി സർക്കാർ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വൈകൽ ഒഴിവാക്കുക എന്നുള്ളത്. മറ്റൊന്ന് മാധു പറഞ്ഞതുപോലെ ഈ ഗുണഭോക്താക്കളെ അല്ലെങ്കിൽ ഈ ബാധിച്ച ആളുകളെ, ഇതിൻ്റെ ഗുണം ലഭിക്കേണ്ട ആളുകളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാര്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുക്കുന്ന ഭൂമി വാസയോഗ്യമായതായിരിക്കണം. കാലാവസ്ഥ വ്യതിയാനത്തെ അല്ലെങ്കിൽ വലിയൊരു മഴ പെയ്താൽ അതിനെ അതിജീവിക്കുന്നതാകണം. അത്തരത്തിൽ വാസയോഗ്യമായ ഒരു ഭൂമി കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനമായ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ശരി, ശ്രീ ജി വിജയരാഘവൻ, ഇപ്പോൾ നമ്മുടെ ഒരു രീതിയുണ്ട് അല്ലേ? നമ്മൾ ഏത് പുനരധിവാസ പദ്ധതിയാണെങ്കിലും ആവിഷ്കരിക്കുമ്പോൾ നമ്മളൊരു സമയം പറയും, ഇതിനുള്ളിൽ പൂർത്തീകരിച്ച് നൽകുന്നു. അങ്ങനെ ഒരു ചരിത്രം കേരളത്തിലില്ല. ആ സമയപരിധിക്കുള്ളിൽ നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു പുനരധിവാസ പദ്ധതി ഉണ്ടോ എന്ന്. കഴിഞ്ഞ ദിവസവും ഈ ചൂരൽമലയിൽ മേപ്പാടി ടൗൺ ഹാളിൽ ദുരിതാശ്വാസ കേന്ദ്രത്തിലും അവിടെയൊക്കെ നിന്ന ആളുകൾ, അവരിൽ പലരും പുത്തുമലയിൽ നിന്ന് വന്ന ആളുകളാണ്. ഇപ്പോൾ അവർക്ക് ഈ ശവകുടീരം ഒരുക്കിയിരിക്കുന്നത് പോലും പുത്തുമലയിലാണ്. പുത്തുമലയിൽ ഇനിയും നടപ്പിലാക്കാനുള്ള പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നൽകിയിരുന്ന പല കാര്യങ്ങൾ ഇനിയും നടപ്പിലാക്കാനുണ്ട്. അപ്പോൾ അതൊരു അവിശ്വാസമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് നമുക്ക് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. എത്രത്തോളം യുദ്ധകാലാടിസ്ഥാനത്തിലാണോ നമ്മൾ ഇത്രയും ദിവസം പ്രവർത്തിച്ചത്, അതൊരു സംവിധാനം എന്ന നിലയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അവിടെ അവർക്ക് എന്താണോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നടപ്പിലാക്കി കൊടുക്കുക എന്നത്, അങ്ങനെ നമുക്ക് സാധിക്കുമോ? സാധിക്കും, ഒരു വില്ലുണ്ടെങ്കിൽ സാധിക്കും. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ എന്ന് പറയും. അതായത് ഇതുമായിട്ട് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണോ അവരുടെ അഭിപ്രായങ്ങളും കൂടെ സംയോജിപ്പിച്ച് അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻപുട്സ് എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറസ്പോണ്ടൻസും സംസാരിച്ച പോലെ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഭൂമി. ഡെഫിനറ്റായിട്ടും എല്ലാവർക്കും കൂടെ ഒരു സ്ഥലത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ല വയനാട്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും, അവരുടെ ലൈവ്ലിഹുഡ് എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യും, ആ രീതിയിലുള്ള ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള രീതിയിലുള്ള ഒരു പ്ലാനിങ് ആയിരിക്കും വേണ്ടി വരുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഇതിനെ ഓരോ 1, 2, 3 ഫേസായിട്ട് മാറ്റി നിർത്തി അതിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു 6 to 8 months കൊണ്ട് ഒരു മേജർ പോർഷൻ റീഹാബിലിറ്റേഷൻ ചെയ്യത്തക്കോണം രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു കൺസെൻറ്റ്. ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടി കെട്ടാൻ പോകുന്നത്, ഇന്ന സ്ഥലങ്ങളിലായിരിക്കും നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ പണിസ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വരും, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂൾ അതിൻ്റെ അടുത്ത് കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആശുപത്രി അതിൻ്റെ അടുത്ത് വരും. ആ രീതിയിലുള്ള കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുക ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ റിസ്കി ആയിട്ടുള്ള ഏരിയകളിൽ താമസിക്കുന്ന ആൾക്കാരെ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗമായിട്ട് അവരെ അവിടെ കൊണ്ടു. പക്ഷേ അത് വേണ്ടി വരികയാണെങ്കിൽ അവർ ഇന്ന് താമസിക്കുന്നതിനേക്കാളും സേഫറും ബെറ്ററുമായിട്ടുള്ള അക്കോമഡേഷൻ അവർക്ക് കൊടുക്കണം. ഇപ്പോൾ ശ്രീ വിജയരാഘവൻ, നമ്മളെല്ലാവരും യാഥാർത്ഥ്യത്തിൽ നിന്നാണ് സംസാരിക്കേണ്ടത്. ഈ ദുരന്തത്തിന് ഇരയായവരിൽ പോലും എത്ര പേർക്ക്, അല്ലെങ്കിൽ നാളെ ഇടുക്കിയുമായി ബന്ധപ്പെട്ടോ നമുക്കറിയാവുന്നതാണ്, ഇവിടെ ഗാഡ്ഗിൽ റിപ്പോർട്ടും മറ്റുമൊക്കെ ചർച്ചയ്ക്ക് വന്നപ്പോഴുണ്ടായ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്താൽ അതിനോട് അനുകൂലിക്കുന്ന മാനസികാവസ്ഥ എത്ര പേർക്കുണ്ടാകുമെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? ഇല്ല, അത് നമ്മൾ പറയുന്ന രീതി, നമ്മൾ അവരുമായിട്ട് ഇടപെടുന്ന രീതി, അവരുമായിട്ട് ഇടപെടേണ്ട ആൾക്കാരെ കൊണ്ട് അവരുമായിട്ട് ഇടപെടിക്കുക, അതിലൊരു കൺസെൻസസ് ഡെവലപ്പ് ചെയ്യുക. ഇതിൽ ഒരു കാര്യം പ്രധാനമാണ്, ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ്, അവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള ആ ഒരു ഡിസ്കഷനിൽ ഒരു കൺസെൻസസ്, എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇതിൻ്റെ അകത്തൊരു പൊളിറ്റിക്കൽ ഗെയിൻ വരാൻ ആരും ശ്രമിക്കരുത്. അങ്ങനെ വരും. പലപ്പോഴും ഇതിൽ പറ്റുന്നത്, ഇപ്പോൾ നമ്മുടെ ഏത് വികസന പദ്ധതി വന്നാലും അതിനെ എതിർക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ആര് പ്രപ്പോസ് ചെയ്തു, ആരതിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള രീതി, അതിൽ നിന്നൊരു മാറ്റം വന്ന് ഇത് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് അവിടെ വന്ന ആ ദുരന്തത്തിനൊരു പരിഹാരം, അതിന് വേണ്ടിയിട്ട് അവർ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും നല്ലൊരു ജീവിത സൗകര്യങ്ങൾ ഒരുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ സാധ്യതകളുള്ള സ്ഥലങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അവിടെ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുക. പക്ഷേ അതിലെല്ലാം പ്രധാനം ശ്രീ ജയകുമാർ പറഞ്ഞതുപോലെ എൻവയറമെൻറ്റിനെ ഇനി ഇമ്പാക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വയനാട്ടിൽ വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ആവിഷ്കരിക്കണം. അല്ലാതെ ഒരു ക്വിക്കായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് പോകുക.
പക്ഷേ അടുത്തൊരു കലാമിറ്റി വരുമ്പോൾ വീണ്ടും നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇതിന് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈ ശ്രീ വിജയഘനിപ്പോൾ നമ്മൾ ആനുകാലികമായി കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതു വിദഗ്ധരാകട്ടെ എന്തു കാര്യം അങ്ങ് പറഞ്ഞതുപോലെ എന്തു കാര്യം ആര് പ്രപ്പോസ് ചെയ്യുന്നു എന്നതനുസരിച്ച് ആയിരിക്കും അതിനെ എതിർക്കണമോ അനുകൂലിക്കണമോ എന്നുള്ളൊരു തീരുമാനം വരുന്നത്. ഏത് വിദഗ്ധരാണെങ്കിലും അവർ മുൻകാലങ്ങളിൽ പറഞ്ഞത് അവരുടെ രാഷ്ട്രീയം അനുസരിച്ചായിരിക്കാം അതിനെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ മുൻപൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ മേഖലയിലും അവസാന വാക്ക് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. എത്ര എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ അങ്ങനെ തന്നെ ഒപ്പോസ് ചെയ്യാൻ കഴിയുന്ന പല വാദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സോഷ്യൽ മീഡിയ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ട്രസ്റ്റ് അല്ല അവിടെ വേണ്ടത്. കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് തന്നെ വേണം എന്നുള്ള ഒരു നല്ല വശം അതിനുണ്ട് താനും. ഇതിൽ വെച്ച് ഇത്രയും ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന ഒരു ഏജൻസി ആരാണുള്ളത്? സർക്കാരിന് മാത്രമാണ് അതിന് സാധിക്കുക. അതാ ഞാൻ പറഞ്ഞത്, സർക്കാർ മാത്രം പറ്റില്ല. ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിലും ടെക്നോ പാർക്ക് ഞങ്ങൾ ഭൂമി എടുത്തപ്പോഴത്തേക്ക് ഒരു സമരം പോലും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് നിയമപരമായിട്ട് റീഹാബിലിറ്റേഷൻ ആവശ്യമില്ല, ഞങ്ങൾ റീഹാബിലിറ്റേഷൻ ചെയ്തു. പക്ഷെ അന്നത് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറും ഞങ്ങളിൽ ആരെങ്കിലും ഒരാളും കൂടെ ഓരോ വീട്ടിലും പോയി അവരുമായിട്ട് സംസാരിച്ചു. യാതൊരു പബ്ലിസിറ്റി ഇല്ല, ടി വി ഇല്ല, സോഷ്യൽ മീഡിയ ഒന്നില്ല. പക്ഷേ അവിടെ അതിനെതിരായിട്ടൊരു സമരം വന്നിട്ടില്ല. കാരണം നമ്മൾ അന്ന് ആരുടെയൊക്കെ ഭൂമി എടുത്തിട്ടുണ്ടോ അവർക്ക് പകരം നമ്മൾ ഭൂമി കൊടുത്തു. വീടുള്ളവർക്ക്, വീടില്ലാത്തവർക്ക് പൈസ കൊടുത്തോളൂ. അതുപോലെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്തു. അന്ന് ചില നല്ല സമ്പന്നരായിട്ട് ചിലർ ആ ഏരിയയിൽ ഹൈവേ വരുമെന്ന് പറഞ്ഞ് സ്ഥലം വാങ്ങിയിട്ടു. അവർ നമ്മൾ എക്സംഷൻ കൊടുത്തില്ല. അപ്പോൾ വളരെ ഫെയർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് വരില്ല. എനിക്കത് ഇതായിട്ട് പറയാനുള്ള ശ്രീ നയനാറിൻ്റെ സമയത്ത് തുടങ്ങുകയും ശ്രീ കരുണാകരനും കുഞ്ഞാലിക്കുട്ടിയുള്ള സമയത്താണ് അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അന്നൊക്കെ പലരും പ്രഷർ ചെലുത്താൻ നോക്കി, പക്ഷെ നടന്നില്ല. വളരെ ക്ലിയറായിട്ട് ആ രീതിയിൽ നമ്മളതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആളുകൾക്ക് വിശ്വാസം വരുന്ന നേതാക്കന്മാരെ യൂസ് ചെയ്ത് നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഇത് സർക്കാരിൻ്റെ ആണ്, അതുകൊണ്ട് പ്രതിപക്ഷം എതിർക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന ഐഡിയ സർക്കാർ എതിർക്കുക എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ നടക്കില്ല. ഒരു കൺസെൻസസ് ബിൽഡ് ചെയ്യാൻ ശരിക്കും ചെയ്യേണ്ടത് ഇൻഫോർമലായിട്ടുള്ള ഡിസ്കഷൻസാണ്. ക്യാമറകളുടെ മുമ്പിലുള്ള ഡിസ്കഷൻസ് ഒരിക്കലും ഒരു കൺസെൻസസിന് വരില്ല. കാരണം ഇതൊരു വോട്ടർ കാണാൻ അതിനേക്കാളും ഇൻഫോർമലായിട്ടുള്ള ഡിസ്കഷൻ. അതാണ് നമുക്ക് പണ്ട് കേരളത്തിൽ പല കാര്യങ്ങളിലും, കേരളത്തിനേക്കാളും നല്ലൊരു എക്സാമ്പിൾ തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ഭയങ്കര ശത്രുക്കളായിരുന്നു AIDMKയും DMKയും. പക്ഷേ തമിഴ്നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അവർ ഒരുമിച്ച്, അതിൻ്റെ വേറെ കഥകളുണ്ടെങ്കിലും അവർ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. കേരളത്തിലും ഒരു കാലം വരെ അതുണ്ടായിരുന്നു. അതിലൊരു മാറ്റം വരണം. ഒരു കൺസെൻസസ് ഓൺ ഡെവലപ്മെൻറ്റ്. ഇവിടുത്തെ ഈ പ്രോജക്റ്റ് നോക്കുമ്പോൾ ഒരു കൺസെൻസസ് ഓൺ റീഹാബിലിറ്റേഷൻ, റീബിൽഡിങ്, അതിൽ ആർക്കും പോയിൻറ്റ്സ് സ്കോർ ചെയ്യാനുള്ളതല്ല. അത് നമ്മൾ ഡെഫിനറ്റായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിൽ കാണും CMDRF ഞാൻ വിശ്വസിക്കുന്ന CMDRF ആണ് ഇന്നും ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള നമുക്ക് പൈസ കൊടുക്കാൻ പറ്റുന്ന ഒരു സോഴ്സ്. പല ഡിസ്കഷനിലും പലരും പറയുന്നുണ്ടെങ്കിലും ഡെഫിനറ്റായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഫുള്ളി ഓഡിറ്റബിൾ ആയിട്ടുള്ള CM മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ചില ചെറിയ പ്രശ്നങ്ങൾ വന്നു കാണും. പക്ഷേ ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോട്ട് ഓഡിറ്റഡ്. ഡെഫിനറ്റ്ലി അതിലേക്ക് തന്നെ ഫണ്ട് കൊടുക്കണമെന്നുള്ള അതിലേക്ക് കൊടുക്കുക. അല്ലെങ്കിൽ പറയാം ഞാനൊരു 10 വീട് ഞാൻ കെട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് അതിനൊരു എഗ്രിമെൻറ്റും അതിനുള്ളത്. പിന്നെ വേറൊരു വലിയൊരു പ്രശ്നം, പലരും ഈ സമയത്ത് പല കമ്മിറ്റ്മെൻറ്റ്സും ചെയ്യും. പലപ്പോഴും ആ കമ്മിറ്റ്മെൻറ്റ്സ് അവർ പിന്നെ ഫുൾഫിൽ ചെയ്യുന്നില്ല. അതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ള മീഡിയയുടെ ഉത്തരവാദിത്തമാണ്. ശരി, മധുവിലേക്ക് ഒരിക്കൽ കൂടി. മധു, ഇപ്പോൾ അതായത് രാഷ്ട്രീയ കക്ഷി താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു നല്ല സങ്കല്പമാണ് ഇവരെല്ലാവരും മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയം അതിലെന്തൊക്കെ സാധ്യമാണോ അത്തരം ഒക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണ് ഓരോ ദിവസവും. അവിടെയാണ് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി കേരളം ഒന്നാകെ ഒരുമിച്ച് നിന്ന് ഇതിനെയൊക്കെ നേരിടും, ഇതിനെയൊക്കെ അതിജീവിക്കും എന്ന ഒരു ലക്ഷ്യം മുന്നിൽ കാണേണ്ടത്. മധു, നേരത്തെ വിജയരാജ് സാർ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ കൺസെൻസസും പൊളിറ്റിക്കൽ വില്ലും മാത്രം പോരാ. അതിനപ്പുറത്ത് ഭാവി എന്തായിരിക്കണം എന്ന് കാണാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത്, പറയാതിരുന്നത് അതുകൊണ്ടാണ്. കാരണം
നിർഭാഗ്യവശാൽ വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വർഷങ്ങളാണ്. ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ നമ്മളുടെ അനുഭവത്തിൽ സ്വാഭാവികമായും അത്തരത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വയനാടിന് വേണ്ടി യോജിപ്പിൽ എത്താനും ആ വിധത്തിൽ വയനാടിൻ്റെ ആവശ്യങ്ങളെന്ത്, വയനാട്ടുകാരുടെ ആവശ്യങ്ങളെന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ തെരുവിലായിട്ടുള്ള, ഞാൻ ആ വാക്കുപയോഗിക്കുന്നത് തൽക്കാലത്തേക്ക് അവർക്ക് ഷെൽട്ടറുണ്ട്, പക്ഷെ അതിനപ്പുറത്ത് തെരുവിലാവുന്ന ആ മനുഷ്യരുടെ അവസ്ഥ, അതിനെ എത്രത്തോളം ഭാവി കരുപ്പിടിപ്പിക്കുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. നമ്മൾ ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ചേർന്നിട്ടാണ് അവിടെ ഈ പറയുന്ന സ്കൂളുകൾ പിന്നീടാണ് വന്നിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട്, ഈ ജനവാസ കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് സ്വാഭാവികമായി വികസിച്ചതാണ്. ഇപ്പോൾ കോളിംഗ് കൗണ്ടറിയൊക്കെ ഇവിടെ എസ്റ്റേറ്റ് മാനേജറായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ വിധത്തിലുള്ള പല തരത്തിലുള്ള നൂറ്റാണ്ടുകളായി കടന്നു വന്ന്, തേയിലത്തോട്ടങ്ങളിലൂടെ തൊഴിലാളികളിലൂടെ കടന്നു വന്ന്, പല രാഷ്ട്രീയങ്ങളിലൂടെ പല തലമുറകളായി കടന്നു വന്ന് രൂപപ്പെട്ട ഒരു മനുഷ്യർ. അപ്പോഴും മാധു, ഞാൻ കാണുന്നത് അവരുടെ സങ്കടങ്ങളാണ്. ഈ വെള്ളൂരിപ്പാറയുടെ താഴെ, ഈ പുഞ്ചിരിമട്ടത്തിനും താഴെയുള്ള ഈ മുണ്ടക്കൈ അങ്ങാടിയുടെ മുകളിലായിട്ടാണ് അവിടുത്തെ ആശാവർക്കറായിരുന്ന സുബൈദത്തയുടെ വീട്. ഇത് കണ്ട് പകച്ചു നിന്ന ആ ഭാഗ്യം കൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് സുബൈദ. അവരെ കാണുമ്പോൾ അവർ കണ്ണീരോടെ അവർ പറഞ്ഞ കാര്യമുണ്ട്. അവർ ആശാവർക്കറാണ്. അവർ കടന്നു ചെല്ലുമ്പോൾ ചോദിക്കുന്നു, ഓരോ വീട്ടിലും അവർ കടന്നു ചെല്ലുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നെങ്കിലും അവർ ചെന്നില്ലെങ്കിൽ, താത്ത എന്തൊക്കെയും അസുഖമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാൻ ഇവരുടെ വീട്ടിൽ വന്ന് ക്ഷേമം അന്വേഷിക്കുന്ന ഒരു സമൂഹം, പള്ളിപ്പെരുന്നാളുകളും ഉത്സവങ്ങളും ഒക്കെ ഒന്നിച്ച് നടത്തുന്ന ഒരു സമൂഹം, ഞങ്ങൾക്ക് പോയ പോലെ ഇനിയും ജീവിക്കാൻ പറ്റണേ എന്നവർ പറയുമ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഈ പൊളിറ്റിക്കൽ കൺസെൻസസ്, പൊളിറ്റിക്കൽ വില്ല് എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് ഒരു പേഴ്സ്പെക്റ്റീവ് എത്രത്തോളം സക്രിയമായി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം ഈ ഘട്ടത്തിൽ വരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ടൗൺഷിപ്പ് ഒറ്റ ടൗൺഷിപ്പ് ഒന്നുമല്ല, പലതായി തന്നെ വേണ്ടി വന്നേക്കും. പക്ഷേ അപ്പോഴും അവരെ യോജിപ്പിക്കുന്ന ഒരു കണ്ണി, ഈ സമൂഹത്തെ യോജിപ്പിക്കുന്ന ഒരു കണ്ണി അവരുടെ സന്തോഷത്തിൻ്റെ കാലത്ത് ഈ ദുരനുഭവത്തിൻ്റെതായിരിക്കും. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പെർമനൻറ്റ് ഷെൽട്ടർ നടപ്പാക്കുമ്പോൾ തന്നെ ഇതിന് പിന്നിലായി വരും വർഷങ്ങളിൽ സമീപസ്ഥമായ പ്രദേശങ്ങളിലോ ഇവർക്ക് തന്നെയോ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ പെരുമഴ പെയ്തിറങ്ങുന്ന ഒരു കാലത്ത് അവർക്ക് കയറി കിടക്കാൻ ഒരു ടെമ്പററി ഷെൽട്ടേഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അസാധ്യമൊന്നുമല്ല. ലോകത്ത് പലയിടത്തുമായി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെയുണ്ട്. ബേ ഓഫ് ബംഗാളിലേക്ക് നോക്കൂ, സുന്ദർബൻസിൻ്റെ തീരത്ത്, ഒഡീഷയിൽ ഒക്കെ ഇത്തരത്തിലുള്ള വലിയ കലാമിറ്റികൾ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് താൽക്കാലികമായ കിടപ്പാടമൊരുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് 1-2 ദിവസത്തേക്ക് മാറിപ്പാർക്കുകയും ആ ദുരന്തങ്ങൾക്ക് ശേഷം തിരിച്ച് വീട്ടിലെത്താനുള്ള സൗകര്യമൊരുക്കുകയും ചെയ്യുന്ന ഷെൽട്ടേഴ്സ് ഉണ്ട്. വയനാട് പോലുള്ളൊരു സ്ഥലത്ത് ഞാൻ തുടക്കത്തിലേ പറയുന്നു, ഇത് ഒരു ഒറ്റപ്പെട്ട വിഷയമായി മാത്രം കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. തീർച്ചയായും ചാലിയാറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ മലപ്പുറത്ത് സംഭവിച്ചിട്ടുള്ള പ്രകൃതി ചൂഷണവും ലോലമായ പ്രകൃതിയെ എത്രത്തോളം നമ്മൾ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തന്നെ എത്തിച്ചു എന്നുള്ളതും കൂടി നമ്മൾ പരിഗണിക്കണം. ഇത് പരിഗണിക്കുമ്പോഴും ഇത് പറയേണ്ടുന്നത് ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പുകളിൽ കിടക്കുന്ന മനുഷ്യരോടല്ല. അവരല്ല തീർച്ചയായും അതിന് ഉത്തരവാദികൾ. അതിൻ്റെ ലാഭം കൊയ്ത ആളുകൾ അവരല്ല. അവർ അവിടെ ജീവിച്ചു പോയി. അവർ അന്നന്നത്തെ കാര്യം കഷ്ടപ്പെട്ട് ജീവിച്ച് കടന്നു പോകുന്ന ആളുകളാണ്. ലോകം മുഴുവൻ പ്രകൃതി ചൂഷണം നടന്നു, അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കണം എന്നൊന്നും അവരോട് പോയിട്ട് ഒരാൾക്കും പറയാൻ പറ്റില്ല. അവരുടെ ജീവിതം എന്ന് പറയുന്നത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാം, അവരുടെ ആശുപത്രി, കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, തൊഴിൽ, ദൈനംദിന തൊഴിൽ, ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിനുള്ള വളരെ ദീർഘവീക്ഷണത്തോടുള്ള ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കാൻ ഇപ്പോൾ കേരളം ഇവിടെ പരാജയപ്പെട്ടാൽ വരും നാളുകളിൽ കേരളത്തിൽ ഉടനീളം സമാനമായ പരാജയങ്ങളും സമാനമായ പ്രായോഗിക ദുരന്തങ്ങളും ആവർത്തിക്കുന്നത് നമുക്ക് നിസ്സഹായമായി കണ്ടു നിൽക്കേണ്ടി വരും. വയനാട് പണ്ടത്തെ വയനാടല്ല. ഓരോ വർഷവും കടന്നു വരുമ്പോൾ ഈ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ വേനൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. ജൂലൈ അവസാനത്തെ ആഴ്ചകൾ നിരന്തരം മഴയായിരുന്നു എന്നുണ്ടെങ്കിൽ സങ്കല്പിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു അതിനു മുമ്പുള്ള കാലം. ഇത് ഒറ്റ വിഷയമായും ഒറ്റ പൊട്ടിയൊലിക്കലായും മാത്രം കണ്ടുകൊണ്ട് പരിഹരിക്കാവുന്ന ഒന്നല്ല. തീർച്ചയായും സമയബന്ധിതമായി ഇതെങ്ങനെ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതിന് സർവരും യോജിക്കേണ്ടുന്ന ഒരു സമയമാണിത്. കമലിലേക്ക് പോവുകയാണ്. കമൽ, ഈ
പറയുന്ന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അവിടെ ദുരന്തത്തിനിരയായ മനുഷ്യർ തന്നെയാണ് അല്ലെ? അപ്പോൾ അവരൊക്കെ ഈ വാർത്തകളെ സ്വീകരിക്കുന്നതും അതിനോട് പ്രതികരിക്കുന്നതും ഒക്കെ എങ്ങനെയാണ്? ഒരുപക്ഷെ ശരിയാണ്, ഈ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട പ്രശ്നമുണ്ട്, തങ്ങളിൽ തന്നെ തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത പോയ മനുഷ്യരെ ഇന്ന് കൂട്ടത്തോടെ സംസ്കരിക്കേണ്ടി വരുന്നത്, കണ്ടു നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. എന്നിരുന്നാലും അവനവന്റെ ഭാവിയാണ്. അവർ ഈ വാർത്തകളെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? മധു, അവർ ഇത് സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മധു പറഞ്ഞതുപോലെ ക്യാമ്പിൽ കഴിയുന്ന ആളുകളാണ്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. ഈ പുത്തുമലയുടെ അനുഭവം എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന ഉടൻ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും. സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാർത്താ സമ്മേളനങ്ങളാണെങ്കിലും ഈ ദുരന്തഭൂമിയിൽ വന്ന് ക്യാമറകൾ തിരയുന്ന ആളുകളൊക്കെ വാഗ്ദാന പെരുമഴ നടത്താറുണ്ട്. പുത്തുമലയിൽ അത് സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ആദ്യം വന്ന വാഗ്ദാനങ്ങളിൽ എത്ര എണ്ണം നടപ്പായി? നടപ്പായത് മാത്രമല്ല, ഈ വീട് നിർമ്മിച്ച് നൽകും എന്ന് എനിക്ക് തോന്നുന്നു മുൻ കലക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളയ്ക്കൊക്കെ അത് വ്യക്തമായി പറയാൻ കഴിയും. കാരണം ഈ വീട് പണി പൂർത്തിയാക്കാതെ പകുതിക്ക് വെച്ച് എത്ര ലാഗ് ചെയ്യിച്ചു ചില ഇത് വാഗ്ദാനം ചെയ്ത ആളുകൾ എന്നൊക്കെ ആ സമയത്ത് വ്യക്തമായതാണ്. അതുകൊണ്ട് ഈ വാഗ്ദാനങ്ങൾ കൃത്യമായി ആരൊക്കെ ഇത് കൃത്യമായി പാലിക്കും, അതിലൊരു കൃത്യമായ ഒരു സോർട്ടിംഗ് വേണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. എല്ലാ ഓഫറുകളും അത് കൃത്യമായി അവസാനത്തിൽ എത്തും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പുത്തുമലയിൽ അത് സംഭവിച്ചതാണ്. നമ്മൾ വീടുകളുടെ ക്വാളിറ്റി മറ്റൊരു പ്രശ്നം. വീട് നിർമ്മിക്കുമെന്ന ഓരോ സംഘടനകൾ ഏറ്റെടുക്കുമ്പോൾ അത് ഒരു ഗവൺമെൻറ് ഇത്ര സ്ക്വയർ ഫീറ്റിൽ വീട് വേണം, ഇന്ന ഡിസൈനിൽ വേണമെന്ന് ഗവൺമെൻറ് ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ടായിരുന്നു പുത്തുമലയിലൊക്കെ. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കാനുള്ള സംവിധാനം വേണം. അത് കൃത്യസമയത്ത് പൂർത്തിയാകുന്നു എന്ന സംവിധാനം വേണം. അതുകൊണ്ട് ഈ സ്പോൺസേഴ്സിനെ മൊത്തം ഏകോപിപ്പിച്ച് അവരിൽ ആരെയൊക്കെ വിശ്വാസത്തിലെടുക്കാം, ഈ വാഗ്ദാനങ്ങൾ ആരൊക്കെ പാലിക്കും എന്നൊക്കെ ഉറപ്പാക്കി മാത്രമേ ഇങ്ങനെയൊരു പ്രൊജക്റ്റിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാലും ഒക്കെ ബഹളമാണ്. ഇത്ര വീടുകൾ ഞങ്ങൾ നൽകും, എന്ന കാര്യങ്ങൾ നൽകുമെന്നൊക്കെ. പക്ഷേ അത് കൃത്യമായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അതിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നവരെ വിശ്വാസത്തിലെടുത്ത് കൃത്യമായി ഈ നിർമ്മാണത്തിന്റെ ക്വാളിറ്റി ഉറപ്പാക്കി ഇത്ര സമയം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് ഈ പറയുന്ന സന്നദ്ധ സംഘടനകളൊക്കെ കമൽ ഒരുപക്ഷെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ആയിരിക്കാം ഈ തുകയൊക്കെ സമാഹരിക്കുന്നത്. പലരും, എല്ലാവരുമല്ല പലരും. പക്ഷെ നമുക്ക് സർക്കാരിനോട് ചോദിക്കുന്നത് പോലെ നാളെ ഇതിന് കണക്ക് ചോദിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത് പൂർത്തിയാക്കി ഇല്ല എന്ന് ചോദിക്കാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ഇതിന് താഴെ CMDRF-നെ കുറിച്ച്, അതിന്റെ അക്കൗണ്ടിനെ കുറിച്ച്, അതിന്റെ പരാതി പരിഹാര സെല്ലിനെ കുറിച്ച്, അതിൽ വിളിക്കേണ്ട നമ്പറൊക്കെ നമ്മൾ ആധികാരികമായി എഴുതി കാണിക്കുന്നത്. നാളെ നമുക്ക് ചോദിക്കാം അല്ലെ കമൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പണം ചെലവഴിക്കാത്തത് എന്ന്? അത് കൃത്യമായി ചോദിക്കാൻ കഴിയണം മാധു. കാരണം ഈ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായും ഉറപ്പാക്കേണ്ടതുണ്ട്. അത് കൃത്യമായൊരു പാറ്റേണിൽ സർക്കാർ വെക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. മറ്റൊന്ന് ഞാൻ പറയാൻ വന്നത് ടെമ്പററി ഷെൽട്ടറിനെ കുറിച്ചാണ്. കാരണം ഇപ്പോൾ താമസിക്കുന്ന സ്കൂളുകളിൽ എത്ര കാലം താമസിക്കാൻ കഴിയും? ആ സ്കൂളുകൾ തുറക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ ചെയ്തത് വാടക വീടുകൾ കണ്ടെത്തി അതിൻ്റെ വാടക പഞ്ചായത്ത് കൊടുക്കുക എന്നുള്ളതാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. പല കാര്യങ്ങളും ഈ ദുരന്തമുഖത്ത് അവരാണ് ചെയ്യേണ്ടത്. അവർക്ക് നേരത്തെ തന്നെ കൃത്യമായ ഫണ്ട് സർക്കാർ നൽകേണ്ട ഫണ്ട് പോലും, നമ്മൾ എപ്പോഴും പറയുന്നത് കേന്ദ്ര ഫണ്ട് സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് എത്രത്തോളം അവർക്ക് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള പണമുണ്ട് എന്നത് ആലോചിക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ അവർ നടത്തണം. അതുപോലെ ഈ വീടുകൾക്ക്, ഈ താമസിക്കുന്ന വീടുകളുടെ വാടക നൽകുക എന്നൊക്കെ മേപ്പാടി പോലൊരു പഞ്ചായത്തിന് ഒരുപക്ഷെ അത് നടത്താൻ കഴിയില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഒരു 3-4 മാസം ആളുകൾക്ക് വാടക നൽകും. അത് കഴിഞ്ഞെങ്ങനെ മുന്നോട്ട് പോകും? പഞ്ചായത്തിൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടാകില്ല. ഈ ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഈ പുനരധിവാസ പദ്ധതി പൂർത്തിയാകുന്നത് വരെ ആളുകൾ എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം വേണം. എനിക്ക് തോന്നുന്നു ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയോ അല്ലെങ്കിൽ ഈ സ്പോൺസർഷിപ്പോ ഉപയോഗിച്ച് ആദ്യം ചെയ്യേണ്ടത് ക്വാളിറ്റിയുള്ള ഒരു ടെമ്പററി ഷെൽട്ടർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഒരിക്കലും പിന്നീട് നമുക്ക് അതൊരു ബാധ്യതയാവില്ല. കാരണം എന്തായാലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും, ആളുകൾക്ക് താമസിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ മുന്നറിയിപ്പ് നൽകിയ ആളുകളോട് മാറാൻ പറയുമ്പോൾ എന്തുകൊണ്ട് ആളുകൾ അതിന് മടിക്കുന്നു? അടുത്തുള്ള LP സ്കൂളിലെ ബെഞ്ചിലേക്കാണ് നിങ്ങൾ പോയി കിടക്കാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ അതിന് മടിക്കും. അപ്പോൾ കൃത്യമായ ഒരു ടെമ്പററി ഷെൽട്ടർ, ആവശ്യമായ വാഷ്റൂം സൗകര്യം ഉൾപ്പെടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായി താമസിക്കുന്ന ഒരു ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള ഒരു ടെമ്പററി ഷെൽട്ടർ സൗകര്യം ഉണ്ടെങ്കിൽ ആളുകൾ ഇത്തരത്തിൽ മുന്നറിയിപ്പ് വരുമ്പോൾ മാറി താമസിക്കാൻ തയ്യാറാകും.
അത് നമ്മൾ ഇതിന് മുന്നോടിയായി ഒരുക്കുന്നത് ഒരു തരത്തിലും അത് നമുക്കൊരു അത് അധിക ബാധ്യതയാകില്ല എന്നുള്ളത് അതിന്റെ ആവശ്യം എത്രത്തോളം എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. ശ്രീ ജി വിജയരാഘവൻ, അങ്ങ് ആദ്യം പറഞ്ഞ കാര്യമാണ് ഈ ടെമ്പററി ഷെൽട്ടറിന്റെ കാര്യം. രണ്ടാമത്തേത്, നമ്മുടെ സേനയടക്കം എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ വരുമ്പോൾ പോലും അവിടെ ഇറങ്ങാൻ കഴിയുന്നൊരു സാഹചര്യം വലിയ റിസ്ക് എടുത്താണ് അവിടെ ആ ചെറിയൊരു ബണ്ട് പോലുള്ള സ്ഥലത്ത് ആദ്യം കോപ്റ്റർ ഇറങ്ങുകയും പോലീസുകാരെ അവിടെ ഇറക്കുകയും ഒക്കെ ചെയ്തത്. വയനാട്ടിൽ എപ്പോൾ വേണമെങ്കിലും പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഹെലിപാഡുകൾ വേണം എന്നുള്ളൊരു ആവശ്യം അതിപ്പോൾ പ്രൈവറ്റായിട്ട് പലയിടത്തും ഉണ്ടാകാമായിരിക്കാം. പക്ഷേ സർക്കാരിന് ഈ പറയുന്ന പോയിന്റുകളെ കണക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സൈന്യം വേണമെങ്കിൽ സൈന്യം, ദുരിതാശ്വാസ പ്രവർത്തകർ വേണമെങ്കിൽ അങ്ങനെ, NDRFന് വരണമെങ്കിൽ മുണ്ടക്കയിലേക്ക് NDRFന് കടക്കാൻ ചെന്ന എത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ്. 30 സെക്കൻഡ് പിടിച്ചു വെക്കാൻ കഴിയുന്ന ശ്വാസത്തിന് വേണ്ടി മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്താണ് മണിക്കൂറുകൾ നമുക്ക് ഈ ഒരു കണക്ടിവിറ്റി ഇല്ലാതെ പോകുന്നത്. ഇതൊക്കെ ഇനി നമ്മൾ എന്നാണ് നടപ്പിലാക്കുക? ഇതിൽ ഈ പറയുന്ന നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസ്കി ആയിട്ടുള്ള ഏരിയകളിലെല്ലാം ഒരു പ്ലാൻ വേണം. ആ പ്ലാൻ അനുസരിച്ചിട്ട് ഒരു എമർജൻസി, ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല, പക്ഷേ നിങ്ങളുടെ പേരൻസിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ പണ്ട് ഓരോ വർഷവും എത്ര പേരാണ് ഒറീസ കോസ്റ്റിൽ, ആന്ധ്ര കോസ്റ്റിൽ സൈക്ലോൺ വന്ന് മരിക്കുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് നമ്മളിത് കേൾക്കുന്നില്ല. പക്ഷെ സൈക്ലോൺ വരുന്നുണ്ട്, അഭയാർത്ഥികൾ വരുമായിരുന്നു. പക്ഷെ അതില്ല. കാരണം എന്തുകൊണ്ടാണ്? അന്ന് അവിടെ അത് കഴിഞ്ഞിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള കുറേ സ്റ്റെപ്സ് എടുത്തു, റീഹാബ് എടുത്തു. ആ കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരെ അവർ കുറച്ചുകൂടെ അകത്തോട്ട് താമസിച്ച് വീടുകളുണ്ടാക്കി കൊടുത്തു, സൈക്ലോൺ ഷെൽട്ടേഴ്സ് കിട്ടി. അപ്പോൾ ആ രീതിയിലൊരു ഓവറോൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങോടുകൂടി ഒരു കോംപ്രിഹെൻസീവ് പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ആ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഇനിയുള്ള സംഭവങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എന്തെങ്കിലും പറ്റിയാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ടെമ്പററി ഷെൽട്ടർ കെട്ടുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ പെർമനൻറ്റ് ടെമ്പററി ഷെൽട്ടർ. ഒരു ടെമ്പററി ഷെൽട്ടർ അല്ല, ഒരു പെർമനൻറ്റ് ടെമ്പററി ഷെൽട്ടർ. അതായത് ഇനി അവിടെ ഒരു പ്രശ്നം നടന്നാൽ ഇതായിരിക്കും നിങ്ങൾക്ക് പോകാൻ താമസിക്കേണ്ട സ്ഥലം. നേരത്തെ കമൽ പറഞ്ഞതുപോലെ സർക്കാർ സ്കൂളിലെ ബെഞ്ചിലേക്കല്ല, നിങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കാണ് മാറി താമസിക്കുന്നത് എന്ന ആത്മവിശ്വാസം ജനങ്ങൾക്ക് കൊടുക്കാൻ പര്യാപ്തമായിരിക്കണം എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ചർച്ചകളെല്ലാം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. ആ ചർച്ചകളിൽ കേരളം ഒരു മനസ്സോടെ സജീവമായി പങ്കെടുക്കുകയും വേണം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.